നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പുതിയൊരു വീഡിയോ കൂടി വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, പുതിയ ഞെട്ടിക്കുന്ന ന്യൂസിലൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊന്നുമല്ല, ഒന്നാമത് ജോജു ജോർജ് തന്നെ ഇപ്പോൾ കൺഫേം ആയ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പണി 2 പറ്റി. രണ്ടാമത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്വാല എന്ന് പറഞ്ഞ സിനിമ ഗ്യാൻഡ് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ ഇറങ്ങുന്ന സിനിമ പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. മൂന്നാമത് നമ്മുടെ ചോട്ട മുംബൈ റിലീസ് ഡേറ്റ് ഉൾപ്പെടെ എല്ലാം കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. നമുക്ക് വേഗം വീഡിയോയിൽ കിടക്കാം. ഒന്നാമത്തെ ന്യൂസാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്വാല എന്ന് പറയുന്ന സിനിമയുടെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസ് നായകനാണ് ഡിറ്റക്റ്റീവ് ഉജ്വാല സിനിമ ഈ വരുന്ന മെയ് 16 തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. സിനിമ മിന്നൽ മുരളി യൂണിവേഴ്സിൽ എത്തുമെന്നൊക്കെ ആയിരുന്നു കൺഫേം ചെയ്തിരുന്നത്. പക്ഷേ ലേറ്റർ കുറച്ച് കേസൊക്കെ ആയിരുന്നു ആ സിനിമയെ ബേസ് ചെയ്ത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റർ പരാതിയെ കൊടുത്തിരുന്നു മിന്നൽ മുരളി യൂണിവേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട്. ഏതൊക്കെയാലും സിനിമ ഇതും പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിനായിട്ടുള്ള ഈ സിനിമ വരുന്നത്. മിന്നൽ മുരളി യൂണിവേഴ്സിൽ ഇപ്പോഴും ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയില്ല അതിൻ്റെ കാര്യം എന്താണെന്ന്. ഏതൊക്കെയാലും കുറേ നാളുകൾക്ക് ശേഷം ധ്യാൻ്റെ ഒരു പ്രോമിസിങ് സ്ക്രിപ്റ്റും കൂടിയാണ് ഡിറ്റക്റ്റീവ് ഉജ്വാലൻ. ഏതൊക്കെയാലും സിനിമ റിലീസ് പറഞ്ഞിരുന്നത് മെയ് 16 ആണെങ്കിലും ചെറുതായിട്ട് സിനിമ റിലീസും തള്ളി വെച്ചിട്ടുണ്ട്. ഈ വരുന്ന മെയ് 24 ഇരിക്കും സിനിമ ഇന്ന് തൊട്ട് തിയേറ്ററിലേക്ക് എത്തുക. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന കാരണം മെയ് 16 ഓൾറെഡി കുറേ പടങ്ങൾ റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാഷ് റിലീസ് നേരിടാണ്ട് ഒരു സോളോ റിലീസിന് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു 1 വീക്ക് മുന്നോട്ട് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നത്. കാരണം അറിയില്ല. ഏതൊക്കെയാലും നമുക്ക് അടുത്ത ന്യൂസിലോട്ട് കിടക്കാം. അത് മറ്റൊന്ന് പറയാം, നമ്മുടെ പണി സിനിമേനെ പറ്റി തന്നെയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ പണി 2 എന്ന് പറയുന്ന സിനിമ, അതിനെപ്പറ്റി ജോജു ജോർജ് കൺഫേം ആയി പോസ്റ്റ് ഇട്ടുണ്ട്. പണീൻ്റെ 1 നിങ്ങൾക്ക് അറിയുന്ന പോലെ പണീൻ്റെ 1ാം ഭാഗം ഈ കഴിഞ്ഞ ഒക്ടോബർ തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. പണീൻ്റെ 2ാം ഭാഗം നടക്കുമെന്നും അതിന് പുള്ളിക്കാർ സ്ക്രിപ്റ്റൊക്കെ റെഡിയാണെന്നും അന്ന് തന്നെ ജോജു പറഞ്ഞതാണ്. ഏതൊക്കെയാലും പണീൻ്റെ 2ാം ഭാഗം ഈ വർഷത്തെ 2025 ഡിസംബറിൽ തന്നെ അതിൻ്റെ ചിത്രീകരണം സ്റ്റാർട്ട് ചെയ്ത് പടത്തിൻ്റെ പ്രൊഡക്ഷൻ എല്ലാം ഫുൾ ഫോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പുള്ളിക്കാരെ ഇപ്പോൾ കൺഫേം ആയി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പടം 2026 തന്നെ ഈ പടവും പ്രതീക്ഷിക്കാം നമുക്ക്. ഏതൊക്കെയാലും ഇനി ബാക്കിയെല്ലാം കണ്ടറിയാം. ഏതൊക്കെയാലും ആ ഒരു ന്യൂസോട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ അവസാനത്തെ ന്യൂസാണ് നമ്മുടെ ചോട്ട മുംബൈ റിലീസ് ഡേറ്റ്. ഏതൊക്കെ നല്ല ആരട്ടം അഭിനയിച്ച് പുറത്തിറക്കിയ ഒരു കിഡിലോസ്കി പടമായിരുന്നു. അൻവർ റഷീദൊക്കെ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ ചോട്ട മുംബൈ എന്ന് പറയുന്ന സിനിമ റിലീസ് ഒരുങ്ങുകയാണ്. എല്ലാ ഫാൻസ് ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുകയാണ്. സിനിമേൻ്റെ റീമാസ്റ്ററിങ്ങും അതിൻ്റെ വോയിസിൻ്റെ ഡിഫറൻസൊക്കെ വെച്ചാൽ പുതിയൊരു വെർഷനിലേക്ക് ആക്കുന്നതിൻ്റെ കുറേ എഡിറ്റിംഗ് സ്റ്റില്ലുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏക്കാൾ സിനിമ റിലീസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന മെയ് 21 സിനിമ വീണ്ടും നമ്മുടെ മുന്നിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.